അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ അധികാരം ഏറ്റെടുത്തു. അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ തന്നെയാണ്. അതിന്റെ അധികാരം 1729 ഏറ്റെടുത്തു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിലെ അശോകൻ, ആധുനിക അശോകൻ എന്നീ പേരുകളിലാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മഹാരാജ ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. ഇതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു നയമായിരുന്നു, ഒരു പോളിസിയായിരുന്നു, ചോരയുടെയും ഇരുമ്പിന്റെയും ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നറിയപ്പെടുന്ന ഒരു നയം ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് 1741 കുളച്ചൽ യുദ്ധത്തിലൂടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തി 1753 ഡച്ചുകാരുമായിട്ട് ഒരു മാവേലിക്കര ഉടമ്പടി എന്നുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. ജലസേചനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പൊന്മന അണ, പുത്തൻ അണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. വസ്തുവകകളെ ദേവസ്വം, ധർമ്മസം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ചു. അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തി കള്ളക്കടത്തെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ട് ചൗക്കകൾ, അതായത് നമ്മൾ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തി പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് ആരംഭിച്ചു. 1750 ജനുവരി 3 തൃപ്പടി ദാനം നടത്തി. അതായത് അദ്ദേഹത്തിന്റെ ആ പ്രദേശങ്ങളെല്ലാം പത്മനാഭദാസന് സമർപ്പിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് സമർപ്പിച്ചു. അതിനെയാണ് തൃപ്പടി ദാനം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പിൻഗാമികളെയെല്ലാം പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെട്ടു. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭദ്രദീപം, മുറജപം എന്നീ ചടങ്ങുകൾ ആരംഭിച്ചു. ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് കേട്ടോ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്.